നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ നടന്ന പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഒരു സംഗീത പരിപാടിക്കിടെയാണ് പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നത്. പിന്നീട് ആളുകൾക്ക് നേരെ അതിക്രമം കാട്ടുന്നു, ആളുകളെ കയ്യേറ്റം ചെയ്യുന്നു, DJ കലാകാരന്റെ ലാപ്ടോപ്പ് തകർക്കുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സംഭവത്തിൽ DGP അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിപാടി നിർത്തിയിട്ടും പോലീസ് അതിക്രമം കാണിച്ചെന്നാണ് പരാതി. DJ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തെന്നും പരാതിയിലുണ്ട്. എന്നാൽ സ്ഥലത്ത് സംഘർഷമുണ്ടായതോടെയാണ് ഇടപെട്ടതെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എന്താണ് നടന്നതെന്ന് പരിശോധിക്കും. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും DGP വ്യക്തമാക്കി. നമുക്ക് പുതുവർഷമായിട്ട് ഇത് ആൾമോസ്റ്റ് മോർ ദാൻ 1000 പ്രോഗ്രാംസ് സംസ്ഥാനം ഉണ്ടായിരുന്നു. പോലീസ് എല്ലാ ഭാഗത്തിലും കൂടെ ജനങ്ങളെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും സംഘങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ എൻക്വയറി എടുത്തിട്ട് ആവശ്യം നടപടി സ്വീകരിക്കാൻ പോകുന്നത്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശശിനാരായണൻ, പോലീസ് ഒരു സംഘർഷമുണ്ടായപ്പോൾ അവിടെ എത്തിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ അവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമം അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. അതായത് ആളുകൾക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്നുണ്ട് പോലീസ്. DJ കലാകാരന്റെ ലാപ്ടോപ്പ് തകർത്തെന്ന പരാതിയുണ്ട്. ഇപ്പോൾ DGP അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണെന്ന് ന്യൂ ഇയർ ആഘോഷത്തിനിടെ പത്തനംതിട്ടയിൽ അവിടെ സംഭവിച്ചെന്താണ്? ടോം, ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ടയിൽ നടന്ന ഒരു ഗാനമേള ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോയിട്ട് എന്തായാലും DJ കലാകാരൻ അഭിരാം സുന്ദറിന്റെ ഒരു പരിപാടിയാണ് നടന്നത്. ആ പരിപാടി 12 മണിവരെയാണ് പോലീസ് അനുമതി കൊടുത്തിട്ടുള്ളതാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ആ പരിപാടി അതും സമയവും കഴിഞ്ഞ് 1 മണിയോട് അടുക്കാറായപ്പോഴാണ് പോലീസ് വേദിയിലേക്ക് കയറി വന്ന് വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ഈ DJ കലാകാരന്റെ ലാപ്ടോപ്പ് ചവിട്ടി തകർക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഇത് വലിയ വിവാദമായി ആ സമയം വലിയ രീതിയിലുള്ള സംഘർഷം പ്രദേശത്തുണ്ടായി. ആളുകളും പോലീസും തമ്മിൽ ചില വാക്കുകളും കാര്യങ്ങളും ഏറ്റുമുട്ടും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിലവിൽ ഒരു 12 മണിവരെയാണ് ഗാനമേള നടത്താനാണ് അനുമതി നൽകിയത്. DJക്കുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഗാനമേളയ്ക്കാണ് അനുമതി കൊടുത്തിരുന്നത്. പക്ഷേ അത് അതിനപ്പുറത്തേക്ക് DJ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അത് പിന്നെ വലിയ സംഘർഷത്തിലേക്ക് പോയി. ആ സമയത്ത് ചില കത്തിക്കുത്തുണ്ടായി. അത് പരിഹരിക്കുന്ന സമയത്തും ഗാനമേള നിർത്താൻ, പരിപാടി നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. ആ സമയത്തും നിർത്താതെ വീണ്ടും തുടർന്നോടുകൂടിയാണ് പോലീസ് ഇടപെട്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇത് പാടെ ഇതിന്റെ സംഘാടകരും ഈ കലാകാരനെ നിഷേധിക്കുകയാണ്. അഭിരാം സുന്ദറാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അഭിരാം സുന്ദറിന്റെ 1 ലക്ഷം വരെയുള്ള ലാപ്ടോപ്പ് പോലീസ് ഒരു അന്യായമായ സ്റ്റേജ് അതിക്രമിച്ച് കയറി ചവിട്ടിപ്പൊളിച്ചു എന്നുള്ളതാണ്, തകർത്തു എന്നുള്ളതാണ് അഭിരാം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സാധാരണ ഇത്തരം DJ പാർട്ടിക്കിടെ, സംഗീത പരിപാടിക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ പോലീസ് ഇടപെടും. കാരണം സംഘർഷം ഉണ്ടായാൽ പോലീസ് ഇടപെടും. ഇവിടെയും പോലീസ് ആ രീതിയിൽ ഇടപെട്ടു എന്ന് മാത്രം കരുതാം. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ DJ കലാകാരനെ കയ്യേറ്റം ചെയ്യുന്നത്, ലാപ്ടോപ്പ് തകർക്കുന്നത്? കാരണം അവർ ഈ പരിപാടി അവസാനിപ്പിച്ചു, പരിപാടി നിർത്തിയിട്ടും പോലീസ് അതിക്രമം കാണിച്ചു എന്നാണല്ലോ പരാതി. ടോം, അത് തന്നെയാണ് ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. പിന്നെ പോലീസ് പറയുന്ന കേട്ട് അവർ പരിപാടി അവസാനിപ്പിക്കാൻ തയ്യാറായി, പരിപാടി നിർത്തിയിരുന്നു. ആ നിർത്തിയതിനു ശേഷമാണ് പോലീസുകാരൻ സ്റ്റേജിനുള്ളിൽ കയറി ഈ DJ കലാകാരന്റെ ലാപ്ടോപ്പ് ചവിട്ടി തകർത്തത്. അത് ശരിയായ നടപടിയുണ്ടെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഈ സംഘാടകരും അതുപോലെ തന്നെ കലാകാരനും രംഗത്തേക്ക് പോലീസ് മർദ്ദിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. വലിയ രീതിയിലുള്ള ഒരു വിവാദം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. നിലവിൽ പോലീസ് പറയുന്ന ഏകനായം 12 മണിവരെയാണ് പരിപാടി നടത്താനുള്ള അനുമതി ഉണ്ടായിരുന്നത്. അത് അതിക്രമിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിലുപരിയായി സംഘർഷവും മറ്റു കാര്യങ്ങളും എല്ലാം പരിപാടി നല്ല രീതിയിൽ പോകുന്ന സമയത്ത് തന്നെ അത് ഈ വിഷയമുണ്ടാക്കിയത് പോലീസാണെന്നുള്ള കാര്യമാണ് സംഘാടകരും ഈ DJ കലാകാരൻ അടക്കം പറയുന്നത്. എന്തായാലും പോലീസ് സ്റ്റേജിനുള്ളിൽ അതിക്രമിച്ച് കയറി ഈ ലാപ്ടോപ്പ് അടക്കം തകർത്തുകയും പരിപാടി തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്ത് പോലീസിന്റെ ഭാഗത്തുള്ള ആളുകളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് പോയി. പോലീസ് ഇതിനെല്ലാം പകരമായി പറയുന്നത് ലാപ്ടോപ്പ് ചവിട്ടി തകർത്ത് പരിപാടിക്ക് കൊണ്ടുവന്ന ലാപ്ടോപ്പ് അല്ല, അത് മറ്റുള്ള ലാപ്ടോപ്പാണ്, അത് ഈ പരിപാടിയിൽ സംഭവിച്ചു പോയാണെന്നുള്ള രീതിയിലാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ഈ അഭിരാം സുന്ദർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. പക്ഷെ നിലവിൽ
സംഘാടകരും ആ പ്രദേശത്തുണ്ടായിരുന്ന മറ്റാളുകളും എല്ലാം പോലീസിനെതിരായിട്ടുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പോലീസ് ഈ കലാകാരന്മാരെ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും അത് വലിയ വിവാദമാവുകയും ചെയ്തു. അതിനെ ന്യായീകരിച്ചു വന്നെങ്കിൽ ഇപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യാവസ്ഥ എന്താണ്, അതൊരു അന്വേഷണം ആവശ്യമാണ്. പക്ഷെ പോലീസിനെതിരെയുള്ള തെളിവുകളും ഈ DJ കലാകാരൻ പുറത്തുവിട്ടുണ്ട്. ഈ സംഘാടകരെയും അതുപോലെ തന്നെ ഈ പരിപാടി സമയത്തും പോലീസ് നടത്തുന്ന അക്രമങ്ങളൊക്കെ ഉൾപ്പെടുന്ന ദൃശ്യങ്ങളും ഈ DJ കലാകാരൻ അബ്രാം സുന്ദർ പുറത്തുവിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷയമായി ഈ ആഘോഷം മാറി എന്നുള്ളതാണ് സത്യം. പോലീസ് പ്രധാനമായും 12 മണി എന്നുള്ളത് അത് അതിന് വിട്ട് 1 മണി വരെ പോയി എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുള്ള നയം. പക്ഷേ സംഘർഷമില്ലാത്ത ഈ സംഘർഷത്തിനൊക്കെ കാരണം പോലീസാണെന്നുള്ള രീതിയിലാണ് പരിപാടി നടത്തിയവരും ഈ കലാകാരനും എല്ലാം വ്യക്തമാക്കുന്നത്. തോമൻ, ഇവിടെ ആർക്കൊക്കെതിരെയാണ് ശശിധരനിൽ പരാതിയുള്ളത്? നമുക്കറിയാം ഇവിടെ CI ഉൾപ്പെടുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഏത് തലത്തിലാണ് അന്വേഷണം നടക്കുന്നത്? പോലീസ് CI അടക്കമുള്ള സംഘമാണ് ഈ സംഭവം ഉണ്ടായ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. പോലീസും SI അടക്കമുള്ള ആളുകൾ ഈ സമയത്തുണ്ടായിരുന്നു. അവർക്കെതിരെ ഇപ്പൊ അന്വേഷണം വേണമെന്നുള്ള രീതിയിലാണ് ഈ ലാപ്ടോപ്പ് അടക്കം തകർത്ത് കളഞ്ഞ ഇതിനെതിരെ അന്വേഷണം വേണമെന്നാണ് ഈ DJ കലാകാരൻ അടക്കമുള്ള സംഘാടകരും ആവശ്യപ്പെട്ടത്. അതിന് പ്രധാനമായി 1 ലക്ഷം വിലയുള്ള ലാപ്ടോപ്പാണ് തകർത്തത്. അത് അത്തരത്തിൽ അതിനെതിരെയുള്ള നടപടി പോലീസിനെതിരെ ഉണ്ടാവണം. അങ്ങനെ അന്യായമായി, അതായത് യാതൊരു പ്രകോപനമില്ലാതെ പരിപാടി നടത്തിക്കൊണ്ടിടയിൽ പോലീസ് ഇത്തരത്തിൽ വിഷയമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കാൻ കാരണം പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അതിനെതിരെയുള്ള നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ സംഘാടകരും ഈ പരിപാടി ജിയോ ഗ്രൗണ്ടിലാണ്, പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ സംഘാടകരും അതുപോലെ ഈ DJ കലാകാരനടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് DGP സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുക. അതിന് കുറ്റക്കാർക്ക് നടപടി ഉണ്ടാവണമെന്ന് തന്നെ ഈ കലാകാരനും അതുപോലെ തന്നെ DJ കലാകാരനും ഒപ്പം ഈ സംഘാടകരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു വലിയ രീതിയിൽ ന്യൂ ഇയർ ആഘോഷം വഴിതെറ്റി പോകുന്ന തരത്തിലേക്ക് തന്നെ പോലീസിന്റെ ഇടപെടൽ കൂടി ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പക്ഷെ പോലീസിന് നിരത്തുന്ന ന്യായങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. ഈ പരിപാടി സമയം കഴിഞ്ഞു, അതിനിടയിൽ ഒരു കത്തിക്കുത്തുണ്ടായി, ആ പരിപാടിയുടെ സംഘർഷത്തിലേക്ക് ഈ പരിപാടി പോകാൻ കാരണമായ എന്ന രീതിയിലുള്ള വാദങ്ങളാണ് പോലീസ് നിരത്തുന്നത്. പക്ഷെ അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അകാരണമായി പോലീസ് സ്റ്റേഷനുള്ളിൽ കിടക്കുന്നു, ലാപ്ടോപ്പ് ചവിട്ടി ഇറക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്ത് വന്ന ഗുരുതരമായ വീഴ്ച ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നുള്ള കാര്യമാണ്. പോലീസിന്റെ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ DJ കലാകാരനും ഈ പരിപാടി സംഘടിപ്പിച്ചവരും പറയുന്നത്. വ്യക്തമാണ്. ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ ന്യൂ ഇയർ ആഘോഷത്തിൽ നടന്ന അതിക്രമത്തിൽ, പോലീസ് അതിക്രമത്തിലാണ് DGP അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിപാടി നിർത്തിയിട്ടും പോലീസ് അതിക്രമം കാണിച്ചെന്നാണ് പരാതി. എന്നാൽ സംഘർഷമുണ്ടായപ്പോൾ അവിടെ ഇടപെട്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം.